എന്താ നാവറങ്ങിപ്പോയോ? അച്ഛാ ആവർത്തിക്കരുത്. ഇല്ല അച്ഛാ, ഇനി ആവർത്തിക്കില്ല. അച്ഛൻ ക്ഷമിക്കണം. ഇന്നോ? അയ്യോ, അത് ഞാൻ അല്ല അച്ഛൻ, ഞാൻ അച്ഛാ. എന്താടാ? VS നായർ സാർ ഒന്നും പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ അച്ഛൻ അറിഞ്ഞു പോനെ. നാളെ വെളുപ്പിനെ തന്നെ ഇവിടുന്ന് കെട്ടിയെടുക്കണമെന്ന ഉത്തരവ് വരുന്നുണ്ട്. എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ. മച്ചാ, അപ്പൊ നിന്റെ കോഴ്സ്? ഇതങ്ങനെ പഠിത്തം മതിയാക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോലൊന്നും അല്ലടാ. അവിടെ അമ്പലത്തിൽ ഉത്സവ, അതിന് ഞാൻ ഉണ്ടാവണം. തൽക്കാലം നന്ദ ഇതൊന്നും അറിയണ്ട. അവൾ എങ്ങാനും എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞ എന്റെ കാര്യം. ഏതായാലും നാളത്തെ ദിവസം 6 മണിക്ക് ഞാൻ പോകുന്നു ചന്ദ്രഗിരിയിലേക്ക്, എന്റെ സ്വന്തം മണ്ണിലേക്ക്. അച്ഛൻ I'm sorry. ഞാൻ സോറി. എന്തിനാ കുട്ടി ഓടിയേ? അതുകൊണ്ടല്ലേ? അത് ഞാൻ അറിയാണ്ട്. കുട്ടി പോയിക്കോളൂ. കഴിഞ്ഞ തവണ ഉത്സവത്തിന് വന്നു പോയിട്ട് ഇപ്പോഴാ അച്ചോട്ടൻ പറഞ്ഞത്. ഞാൻ പഠിക്കുകയല്ലേ ലച്ചു, അങ്ങനെ എപ്പോഴും ഓടി വരാൻ പറ്റുമോ? എന്ന് തീരും ഈ പഠിപ്പ്? ഈ രീതിയിലാണെങ്കിൽ അധിക കാലം ഉണ്ടാവാൻ വഴിയില്ല, ഇല്ലേ അച്ചു? ലച്ചു പോയിക്കോളൂ. എടോ, ഈശ്വരൻ മനുഷ്യന്റെ തോളലിന് ബലം കൊടുത്തിരിക്കുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കാനല്ല, സഹായിക്കാനാണ്. കള്ള ജമാലെ, അച്ഛനറിയാതെ എത്ര ഹെൽപ്പ് ഞാൻ തനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോ. തന്റെ ഈ മരമോന്തയും വെച്ച് കോടീശ്വരനായ മൂസ ഹാജിയുടെ ഏക മകളെ താൻ പ്രേമിച്ച് വീഴ്ത്തിയപ്പോ അവളുടെ നിക്കാഹിന്റെ തലേന്ന് രാത്രി അവളെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് ഈ കൈകളിൽ ഏൽപ്പിച്ചതടക്കം എത്രയെത്ര സംഭവങ്ങൾ. എന്നിട്ട് താൻ അത് മറന്നു. ഈടോ, ചന്ദ്രഗിരിയിൽ മാധവ മേനോന്റെ മകന് പറ്റിയ ഒരു അബദ്ധം ഒരിറ്റ സഹതാപമില്ലാതെ തനിക്ക് വിളമ്പണമായിരുന്നു. പക്ഷേ ഒരവസരം വരും, അന്ന് ഞാൻ ഇതിനൊക്കെ പകരം വീട്ടിയില്ലെങ്കിൽ എന്റെ പേര്. വേഗം കുളിച്ച് റെഡിയാവാൻ പറഞ്ഞു അച്ഛൻ. ക്ഷേത്രത്തിൽ പോണം. ഓ, ഉത്സവത്തിന് കരിമരുന്ന് ഞങ്ങളുടെ വകയായിരിക്കൂ, ചെറിയ പള്ളിക്കാരുടെ വക. ഇത്തവണ പൊട്ടിക്കും. ചന്ദ്രഗിരിയിൽ നിറവേറുമായിട്ട് പെണ്ണുങ്ങളില്ലാത്ത നന്നായി, ഇല്ലെങ്കിൽ ഗർഭം കലങ്ങിയേനേയും കുഴിയമിട്ട് പൊട്ടുമ്പോ. പഴയ പകയും വൈരാഗ്യവും ഒക്കെ മതിയാക്കാറായില്ലേ മൂന്നേട്ടാ? മതിയാക്കാൻ അതിന് ചെറിയ പള്ളിയിൽ ആൺതരികൾ ഇല്ലാണ്ടാവണം. ഞങ്ങളെ വെറും 3-ാം തരക്കാരാക്കി മൂലക്കിരുത്തി തമ്പുരാജമഞ്ഞ് നടക്കുന്നുണ്ടല്ലോ ചന്ദ്രഗിരിയിൽ മാധവൻ. ഒക്കെ അവസാനിപ്പിക്കും. ചൊരയിറങ്ങി വരുന്നുണ്ട് വേറെ ചില ആളുകൾ. നീ കണ്ടോരക്കൂ, ഉത്സവത്തിന്റെ കൊടിയിറങ്ങുമ്പം വേറെ ചിലതിന്റെ ഒക്കെ കൊടി ഏറും. പഴയ കണക്കിന്റെ നിരപ്പലക അത് പൊടി തട്ടി എടുക്കുന്നുണ്ട് മച്ചിന്റെ മോളിൽ. ജയിക്കാൻ മാധവൻ കുറച്ച് ബുദ്ധിമുട്ടും. എങ്ങടാ? ആരെ കാണാനാ?
വേർ ഇസ് അച്ചു? ആരാ? അച്ചുവിനെ അറിയില്ലേ? അച്ചു, അർജുൻ, അർജുൻ മാധവ്. ഹാ, താമസൊക്കെ ഇവിടെ തന്നെയാ. കുട്ടിയാരാ? ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാം. ഇങ്ങോട്ട് ചോദ്യം വേണ്ട. അതന്നെ എനിക്കും പറയാനുള്ളത്. ബാല്യക്കാരിയാ? ബാല്യക്കാരിയോ? ഞാനോ? ദേ, ബാല്യക്കാരിയുടെ സ്ഥാനത്ത് നിൽക്കണം. തുളസിക്ക് വെള്ളം ഒഴിക്കുക, പാത്രം കഴുകുക, തുണി തിരുമുക, തൊഴുത്ത് വൃത്തിയാക്കുക, സമയാസമയം വല്ലതും വെച്ചുണ്ടാക്കുക. ഇതൊക്കെ അവരുടെ തൊഴില്. അല്ലാതെ വരുന്ന ഗസ്റ്റിന്റെ വേറെ ബോസ് ചോദിക്കലല്ല. ഡു ഐ മേക്ക് മൈ സെൽഫ് ക്ലിയർ ടു യു? അങ്കിൾ, ഗുഡ് മോർണിംഗ് അങ്കിൾ. Good morning. അച്ചു എവിടെ? മുകളിലുണ്ട്. ഹായ്. അത് ശരി, സുഖമായിട്ട് ഉറങ്ങാണല്ലേ? ശരിയാക്കി തരാം. ഏയ്, ദാ, ആ കുട്ടി കാണൂ. അച്ചു. എന്താടാ? ഏ? എന്താണ്? അല്ല ഇത് ഒന്നുമില്ല. What a place, man. ആരത്? അച്ഛൻ്റെ ബാംഗ്ലൂരിലെ ബാംഗ്ലൂരിലെ? ബാംഗ്ലൂരിലെ കുട്ടി. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. യാത്രയൊക്കെ സുഖമായിരുന്നു? ഓ ആയിരുന്നു തമ്പുരാ. എന്ത്? സുഖായിരുന്നു. എന്താ അച്ചു നീ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നേ? ഏ? ഇവരെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ. ഉത്സവമല്ലേ, 3-4 ദിവസം നിന്നിട്ടൊക്കെ പോട്ടെ. നിന്നെ അറിയിക്കാതെ വിളിച്ചതിൽ പരിഭവം ഉണ്ടോ? അയ്യോ എവിടെന്ന്? അവൻ ഭയങ്കര ഹാപ്പി അല്ലേ? അല്ലടാ അച്ചു. നിനക്ക് മര്യാദ ഇല്ലെങ്കിലും അച്ഛനുണ്ട്. യാത്രയ്ക്ക് സ്പെഷ്യൽ വണ്ടി അയക്കുമായിരുന്നു. വിത്ത് ഹിസ് ലെഫ്റ്റ് ഹാൻഡ് ജമാൽ. അച്ചുവേട്ടാ, ഇതൊക്കെ എവിടെ വെക്കേണ്ടത്? തൽക്കാലം മുകളിൽ വെച്ചോളൂ. ആ, അച്ഛൻ്റെ ബാംഗ്ലൂരിലെ ബാംഗ്ലൂരിലെ കുട്ടി.